ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പതിവ് പോലെ നമ്മുടെ ടാബർനാക്കിൾ സ്റ്റഡി ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ പുരോഹിതന്മാരെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മളിപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. പുരോഹിതന്മാരെ സംബന്ധിച്ചുള്ള ഈ 12-ാം ചാപ്റ്റർ നമ്മൾ ഇന്ന് 284-ാമത്തെ പേജിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് പുരോഹിതന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തികളെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള വേലകളാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്. അപ്പം മറ്റൊരു വിഷയമാകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നില്ല. അതിലെന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് വരാം. പ്രീസ്ലി ഫങ്ഷൻസ്, പുരോഹിതന്റെ വേലകൾ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ പാഠം. അപ്പം ഇതിന് 284. അപ്പം നമ്മുടെ ഇന്നത്തെ വചനത്തിന് അല്ലെങ്കിൽ പഠനത്തിന് ആധാരമായി എടുത്തിരിക്കുന്നത് എബ്രായർ 5-ാം അധ്യായം 1-ാം വാക്യമാണ്. ഇവിടെ തീർച്ചയായിട്ടും ഇത് പൊരുളിനെ സംബന്ധിച്ചുള്ള വാക്യമാണ്. പക്ഷെ നിഴലിൽ ഇതുപോലെ തന്നെ പുരോഹിതന്മാർ ഈ ഒരു വേലകൾ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ വെളിപ്പെടും. അപ്പം നമുക്ക് ഈ വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. എബ്രായർ 5-ാം അധ്യായം 1-ാം വാക്യം. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പം ഇവിടെ മഹാപുരോഹിതനെ സംബന്ധിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. അവരെ സംബന്ധിച്ച് എന്താണ് അപ്പോസ്തലൻ എഴുതുന്നത്? അവര് എന്ത് ചെയ്യാനായിട്ടാണ്, എന്ത് വേല ചെയ്യാനായാണ് ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നത്? പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കാൻ. ഓക്കെ, പാപങ്ങൾക്കായിട്ട് വഴിപാടും യാഗവും അർപ്പിക്കാൻ എന്നുള്ളതാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ട്രാൻസ്ലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന 2 വാക്കുകൾ എന്ന് പറയുന്നത് ഗിഫ്റ്റ്സും സാക്രിഫൈസസും എന്നുള്ളതാണ്. അപ്പം ഗിഫ്റ്റ് എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക്, പിന്നെ സാക്രിഫൈസസ് ഫോർ സിൻസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ആശയം. അപ്പം ഇത് രണ്ടും വ്യത്യസ്തമായിരിക്കുന്ന അതിന് അർത്ഥങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന വേലകളുമാണ് ഇതിൽ കുറിക്കുന്നത്. അപ്പം അതിനെ അങ്ങനെ വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസിനെ വെളിപ്പെടുത്തുന്നു. അപ്പം ഗിഫ്റ്റ് എന്നുള്ളതിന് മലയാളത്തിൽ നമ്മൾ ഒരു എന്തായാണ് പറയുന്നത്? വഴിപാടെന്നാ പറയാം. വഴിപാട് എന്നുള്ളത് നമുക്ക് ഒരു ബലി എന്ന അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് എന്നതിനുള്ള ട്രാൻസ്ലേഷൻ അല്ലേ? വഴിപാടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. ഈ സമയദാനം. ഓക്കെ, അപ്പം ഈ വിധ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം എന്താണെന്നുള്ളത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ദൈവം ഇങ്ങനെ മഹാപുരോഹിതനെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ 2 വേലകൾ മെയിൻ ആയിട്ട്, ഇത് മാത്രമല്ല അവർക്ക്
അവരിൽ അടങ്ങിയിരുന്ന വേലകൾ. മഹാപുരോഹിതൻ അതുപോലെ തന്നെ ഉപപുരോഹിതന്മാരും ഉണ്ടായിരുന്നു. അവരും വേലകൾ ചെയ്തവരായിരുന്നു. പക്ഷെ മെയിനായിട്ട് മഹാപുരോഹിതന്റെ വേലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ രണ്ട് വിധത്തിലാണ് അവരുടെ വേലയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഗിഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വോളണ്ടറി ആയിട്ട് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയും ഫോഴ്സിന് അല്ലെങ്കിൽ നിർബന്ധത്തിന് വിധേയപ്പെട്ട് ചെയ്യുന്ന ഒന്നല്ല, പക്ഷെ നമ്മൾ വോളണ്ടറി ആയി ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം സ്വമേധാദാനമായി നൽകുന്ന ഒന്നാണ്. അപ്പം ഇവിടെ നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ മഹാപുരോഹിതൻ ചെയ്യുന്ന ഈ സ്വമേധ ഉള്ള ദാനം എന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു യാഗം, അത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം അനുസരിച്ച് ചെയ്യുന്നതാണ്. അത് ഫ്രീ വിൽ ഓഫറിംഗ് എന്ന നിലയിലാണ് നമുക്ക് ബൈബിൾ അതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നത്. അപ്പം ഫ്രീ വിൽ ഓഫറിംഗ് എന്നുള്ളതാണ് ഈ ഗിഫ്റ്റ് ആയിട്ട് ദൈവം കണക്കിടുന്നത്. അത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചെയ്യുന്നതാണ്. സാക്രിഫൈസസ് ഫോർ സിൻ എന്നുള്ളത് നമ്മുടെ പാപ പരിഹാരത്തിനായിട്ട് ചെയ്യുന്ന യാഗങ്ങൾ. അത് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് ദൈവം കണക്കിടുന്നില്ല. എന്നു വെച്ചാൽ അത് ദൈവം കൽപ്പിക്കുന്നതാണ് ചെയ്യണമെന്നുള്ളത്. ഓരോ പാപത്തിനും അനുസരണമായിരിക്കുന്ന പരിഹാര യാഗങ്ങളാണ് ദൈവം ഈ വിധത്തിൽ ഇസ്രായേലിനോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് വ്യത്യാസം. ഗിഫ്റ്റായിട്ട് ദൈവം കരുതുന്ന യാഗങ്ങളൊക്കെയും അത് സ്വമേധ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്താൽ ഓരോരുത്തരും ചെയ്യുന്നതാണ്. ഫ്രീ വിൽ ഓഫറിംഗ്, അതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ട വാക്ക്, ഫ്രീ വിൽ ഓഫറിംഗ്. രണ്ടാമത്തെ യാഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് യാഗം എന്ന് പറയുന്നത് ഈ തരത്തിൽ അത് ഈ പാപ പരിഹാര യാഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ നമ്മൾ സ്വമേധ ചെയ്യുന്ന ഈ ഗിഫ്റ്റായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗങ്ങളൊക്കെയും ദൈവത്തിന് തീർച്ചയായും സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു യാഗമാണ്. എന്തെന്ന് വെച്ചാൽ ദൈവം ആവശ്യപ്പെട്ടിട്ടോ കൽപ്പിച്ചിട്ടോ ചെയ്യുന്നതല്ല, പക്ഷെ ഇസ്രായേൽ ജനം അവരുടെ സ്വന്തം ഇഷ്ടത്താൽ ദൈവത്തിന് ഫ്രീ വിൽ ഓഫറിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും അത് ദൈവത്തിന് സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് മറിച്ച് നമ്മൾ അതിന് ഓപ്പോസിറ്റായി ചിന്തിക്കുമ്പോൾ ഈ പാപപരിഹാര യാഗങ്ങളായി ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന യാഗങ്ങളൊക്കെയും തീർച്ചയായിട്ടും അതിൽ ദൈവത്തിന് ഒരു സന്തോഷവും ഇല്ല എന്നുള്ളതാണ്. എന്നു വെച്ചാൽ അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളത് ആയിരിക്കുമ്പോൾ പോലും ആ വിധ യാഗങ്ങൾ ആവശ്യമായി തീരുന്നത് പാപം ചെയ്യുന്നവരായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ തന്റെ മക്കളായിരിക്കുന്ന ഇസ്രായേൽ ജനമൊക്കെയും പാപം ചെയ്യുമ്പോഴാണ് അവർ ഈ പാപപരിഹാര യാഗങ്ങൾ അർപ്പിക്കുന്നത്. അപ്പം പാപം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ യാഗത്തിൽ ദൈവത്തിന് ആ തരത്തിലൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പം നമ്മൾ തുടക്കത്തിൽ ജനറൽ ആയിട്ട് ഈ രണ്ട് തരത്തിലുള്ള യാഗത്തെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിൽ അടങ്ങുന്ന ആശയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കാം. ഇനി നമുക്ക് എബ്രായർ 10-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കാം. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. അപ്പം ഇവിടെ ക്രിസ്തു തന്നെ കുറിച്ചാണ് ഈ തരത്തിൽ പറഞ്ഞതായിട്ട് അപ്പോസ്തലൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. അപ്പം ക്രിസ്തുവിനെ സംബന്ധിച്ച് താൻ സ്വയം പറഞ്ഞതായാണ് ഈ തരത്തിൽ അപ്പോസ്തലൻ ഇവിടെ എബ്രായറിൽ കോട്ട് ചെയ്യുന്നത്. അപ്പം ക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് വിലയിരുത്താം. അപ്പം ഇവിടെ ക്രിസ്തു പറയുന്നത് ദൈവം തീർച്ചയായിട്ടും എന്തിൽ സന്തോഷം കണ്ടെത്തിയില്ല, ഈ തരത്തിലുള്ള പാപപരിഹാര യാഗങ്ങൾ
മറ്റുള്ള തരത്തിലുള്ള യാഗങ്ങളൊക്കെയും ഇവിടെ വാക്യത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്ന ആ യാഗങ്ങളിലൊക്കെയും ദൈവത്തിന് സന്തോഷം ഇല്ല എന്നുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ ആ വിധ യാഗങ്ങളൊക്കെയും തീർച്ചയായിട്ടും ഒന്നാമത് അത് ഉദ്ദേശിച്ച ഫലം അത് എക്കാലത്തേക്കും വരുത്തുവാൻ കഴിയാത്ത ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അപാകതയാൽ. രണ്ടാമത് അത് ദൈവം കൽപ്പിച്ചിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ ചിന്തിച്ചതുപോലെ ആ ഒരു ഫ്രീ വിൽ ഓഫറിങ്ങും ദൈവത്തിന് അർപ്പിക്കുന്ന ഈ പാപപരിഹാര യാഗവും തമ്മിലുള്ള ആ വ്യത്യാസമാണ് ഇവിടെ ദൈവത്തിന്റെ സന്തോഷമില്ലായ്മയിൽ എത്തിക്കുന്ന കാര്യം. അപ്പം അതിന് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് ക്രിസ്തു തന്നെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഈ വിധ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു ഫ്രീ വിൽ ഓഫറിംഗ് ആയിട്ടാണ് എന്നുള്ളതാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ നിന്റെ ഇച്ഛ ചെയ്യാനായാണ് ഭൂമിയിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു യാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ക്രിസ്തു ഇവിടെ കുറിക്കുന്നത്. അപ്പം 8-ാം വാക്യത്തിൽ കുറിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെടുന്ന യാഗങ്ങളൊക്കെയും ആ ഒരു പാപപരിഹാര യാഗത്തിന്റെ ആ ഒരു ഗണത്തിൽ വരുന്ന യാഗങ്ങളായിരിക്കെ ഇവിടെ 9-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെ കുറിച്ച് പറയുന്ന ഈ ഒരു വസ്തുത അത് ആ ഒരു ഫ്രീ വിൽ ഓഫറിങ്ങിന്റെ ആ ഒരു ഗണത്തിൽ ആ ഒരു ഗ്രൂപ്പിൽ വരുന്നതായിരിക്കുന്ന ഒരു യാഗമായാണ് ക്രിസ്തു ഇവിടെ തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പം ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ആശയമാണ്. എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം നിഴലിൽ കാണിക്കുന്ന മഹാപുരോഹിതൻ അത് ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന്. അപ്പം പൊരുളിൽ ഈ മഹാപുരോഹിതന്റെ ഇസ്രായേലിൽ കണ്ടുവന്ന ആ മഹാപുരോഹിതന്റെ പൊരുളാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ. അപ്പം ഈ മഹാപുരോഹിതനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു ചെയ്യുന്ന വേലയെ കുറിച്ചുമാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത്. എബ്രായർ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ സൂചിപ്പിച്ച ആ ഒരു യാഗങ്ങൾ. അപ്പം ക്രിസ്തു എന്ന മഹാപുരോഹിതനും ഈ തരത്തിൽ ഒരു ഫ്രീ വിൽ ഓഫറിങ്ങും അതുപോലെ തന്നെ പാപപരിഹാര യാഗവും അർപ്പിക്കുന്ന ഒരു മഹാപുരോഹിതനാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം ആ കാര്യം ഓർക്കുക. അപ്പം എങ്ങനെയാണ് ക്രിസ്തു ഈ രണ്ട് വിധത്തിലുള്ള യാഗങ്ങൾ പ്രവർത്തിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തതായ മഹാപുരോഹിതനായിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുക എന്നത് മാത്രമല്ല, പക്ഷെ ആ ഒരു തീരുമാനം യഥാർത്ഥമായിട്ട് അത് ഒരു തീരുമാനമായത് ക്രിസ്തു തന്നെ 30-ാം വയസ്സിൽ ദൈവത്തിനായി സമർപ്പിക്കുമ്പോഴാണ് എന്നുള്ളതാണ്. അപ്പം ആ സമർപ്പണത്തിൽ ആ ഒരു 30-ാം വയസ്സിൽ ക്രിസ്തു എടുത്ത സമർപ്പണത്തിൽ നമുക്ക് ആ ഒരു ഫ്രീ വിൽ യാഗം, ഫ്രീ വിൽ ഓഫറിംഗ്, ആ ഗിഫ്റ്റ് എന്നുള്ള ആ ഒരു യാഗം നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ക്രിസ്തു താൻ അവിടെ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ തന്നെ ദൈവത്തിന് ആ ഒരു യാഗമായി അർപ്പിക്കാൻ താൻ എടുത്ത തീരുമാനം തീർച്ചയായിട്ടും ക്രിസ്തുവിനോട് ദൈവം ഡിമാൻഡ് ചെയ്തായിരുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു വഴിയുമില്ലാഞ്ഞതിനാൽ അവിടെ ക്രിസ്തു ചെയ്ത ഒരു കാര്യമില്ല. പക്ഷെ തൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായാണ് ക്രിസ്തു ഈ തരത്തിൽ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് തന്നെ യാഗമായി തീരുവാൻ തക്കവണ്ണം സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു സമർപ്പണ സമയത്തിൽ താൻ തന്നെ ആ ഒരു ഫ്രീ വിൽ ഓഫറിംഗ് ആയാണ് ദൈവത്തിന് അർപ്പിക്കുന്നത്. ഇനിയും അതിനുശേഷം നമുക്കറിയാം ആ യോർദാനിൽ തുടങ്ങിയ തൻ്റെ ആ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ ആ ഒരു ജീവിതം, ആ 3.5 വർഷക്കാലവും താൻ തൻ്റെ മരണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ഓരോ നിമിഷവും താൻ മരിച്ചുകൊണ്ടാണ് ഇരുന്നതെന്നുള്ളത്. അപ്പം ആ ഓരോ ദിവസവും ഓരോ നിമിഷവും ക്രിസ്തു മരിച്ചുകൊണ്ടിരുന്ന തൻ്റെ ആ 3.5 വർഷക്കാലത്തെ ആ ഒരു വിശ്വാസ ജീവിതം, സമർപ്പിത ജീവിതം, അത് പൂർത്തീകരിക്കുന്നത്
ഈ ക്രോസിൽ തന്റെ മരണത്തോടു കൂടിയാണ്. അപ്പം ഈ മരണമാണ് എന്ന് പറഞ്ഞാൽ ഈ 3.5 വർഷക്കാലം മുഴുവനും ക്രിസ്തു ചെയ്ത സാക്രിഫൈസുകളൊക്കെയും ആണ് നമുക്ക് ശരിക്കും ആ ഒരു പാപപരിഹാര വേലയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാപപരിഹാര വേല എന്ന് പറയുമ്പോൾ നമുക്ക് നിഴലിലേക്ക് നോക്കുമ്പോൾ പുരോഹിതന്മാരൊക്കെയും ചെയ്ത പാപപരിഹാര യാഗങ്ങളൊക്കെയും അത് സാധാരണ ആ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ക്രിസ്തു ഒരു പാപപരിഹാര യാഗമായി തീരുമ്പോൾ തീർച്ചയായിട്ടും തന്റെ സ്വന്തം പാപത്തിനായി അല്ല ക്രിസ്തു മരിക്കുന്നത്. നമുക്കറിയാം ക്രിസ്തു താൻ ജനിച്ച് ജീവിച്ച് മരിക്കുമ്പോൾ പോലും താൻ ഒരു തരത്തിലുമുള്ള ഒരു പാപം ചെയ്യാത്തവനായിരുന്നു. പാപത്തിൽ നിന്ന് താൻ വേർപെട്ടവനായിരുന്നു. അപ്പം താൻ ഒരു പൂർണ്ണ മനുഷ്യനായാണ് ജീവിച്ചത്. ഈവൻ ക്രൂശിലെ മരണത്തോളം താൻ ആ പൂർണ്ണത ദൈവത്തോടുള്ള അനുസരണത്താൽ താൻ കാത്തു എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും തന്റെ സ്വയത്തിന്റെ അല്ലെങ്കിൽ സ്വന്തം പാപത്തിന്റെ പരിഹാരമായല്ല ക്രിസ്തു അവിടെ മരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ക്രിസ്തു മരിച്ചത് ഒരു റാൻസം പ്രൈസ് ആയാണ്. അപ്പം താൻ അവിടെ ഒരു സിൻ ഓഫറിംഗ് ആയാണ് ക്രിസ്തു അവിടെ മരിക്കുന്നത്. അപ്പം തന്റെ ആ 3.5 വർഷക്കാലത്തെ ജീവിതം, അതുപോലെ തന്നെ തന്റെ ക്രൂശിലെ മരണം, ഇത് തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ള മറ്റൊരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ചോദ്യം ഇതാണ്: ക്രിസ്തുവിന്റെ സിൻ ഓഫറിങ്ങിലും ക്രിസ്തുവിന്റെ റാൻസത്തിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം? അതിന് അനുബന്ധമായിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് എന്താണ് ചിന്തിക്കാനുള്ളത്? ആർക്കെങ്കിലും ചോദ്യം മനസ്സിലായില്ലെങ്കിൽ പറയാം. ചോദ്യയുടെ ചോദിക്കുന്നത് ക്രിസ്തുവിന്റെ റാൻസം പ്രൈസും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സിൻ ഓഫറിംഗ് എന്ന തമ്മിലുള്ള ഇതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതോ ഒരേ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സിൻ ഓഫറിംഗ് എന്ന് പറയുമ്പോൾ അതിന് മലയാളത്തിൽ എങ്ങനെയാ പറയുന്നത്? പാപപരിഹാരം, പാപയാഗം. പാപയാഗവും ക്രിസ്തുവിന്റെ റാൻസവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആദ്യം പറയുന്നത് ക്രിസ്തു തന്നെ സമർപ്പിക്കുന്ന ദൈവത്തിന്, തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഒരു സ്വമേധാദാനമായിട്ട്. അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഫ്രീ വിൽ ഓഫറിങ്ങിനെയാണ്. പക്ഷെ നമ്മൾ ഈ ചോദ്യത്തിൽ അടങ്ങുന്ന ആശയങ്ങൾ പറയുന്നത് സിൻ ഓഫറിംഗ് എന്ന് പറയുന്നത് ഒരു കാര്യം, പിന്നെ റാൻസം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം. അപ്പം ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈ ഫ്രീ വിൽ ഓഫറിങ് തീർച്ചയായിട്ടും റാൻസവും അല്ല, സിൻ ഓഫറിങ്ങും അല്ല. അപ്പം ഫ്രീ വിൽ ഓഫറിംഗ് എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന മൂന്നാമത്തെ ഒന്നാണ്. അപ്പം ചോദ്യം ഇവിടെ സിൻ ഓഫറിങ്ങും റാൻസത്തെ സംബന്ധിച്ചാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സിസ്റ്റർ ജാസി. റാൻസം സിൻ ഓഫറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാഗം. അത് പഴയ നിയമത്തിലോ ക്രിസ്തു അല്ലാതെ ഇസ്രായേൽ മക്കൾക്ക് ഓരോ നമ്മൾ പാവം ചെയ്യുന്നതിന് പകരമായിട്ട് എന്തെങ്കിലും യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായിരുന്നു സിൻ ഓഫറിങ്. പക്ഷെ അത് ക്രിസ്തുവിന്റെ ഇത് വരുമ്പോൾ ക്രിസ്തുവിന് പാവം അങ്ങനെ ഇല്ല, സ്വയം പൂർണ്ണ മനുഷ്യനായിരുന്നു. സോ അതുകൊണ്ട് സിൻ ഓഫറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ തന്നെത്താനെ അവന് ഒരു യാഗമായിട്ട്, ഈ പറഞ്ഞ സമേത യാഗമായിട്ട് മനുഷ്യ ഈ ആദാമിന്റെ വിലയ്ക്ക് തുല്യമായ ഒരു വില കൊടുത്ത് മനുഷ്യവർഗത്തെ റാൻസം പ്രൈസ് കൊടുത്ത് വില കൊടുത്ത് മേടിക്കുക എന്നുള്ളതായിരുന്നു. അവൻ സ്വന്തമായിട്ട് അവന്റെ ഉണ്ടായിരുന്ന കാര്യം അവന് ഓൾറെഡി
ദൈവത്തിനത് ദൈവത്തിന് അവൻ സ്വമേധ കൊടുത്ത് അവൻ യാഗമാക്കി മനുഷ്യനെ മുഴുവൻ തിരിച്ചെടുത്തു. അതാണ് അങ്ങനെ ഡിഫറൻസ്. ഓക്കെ, അപ്പം ആ ഒരു ഉത്തരത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഇവിടെ ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ക്രിസ്തു തീർച്ചയായിട്ടും സിൻ ഓഫറിംഗ് ആയി തീരുകയും റാൻസമായി തീരുകയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഈ രണ്ട് പ്രവൃത്തിയും ക്രിസ്തു ചെയ്തിട്ടുള്ളതാണ് ലോകത്തിന് വേണ്ടി എന്നുള്ളത് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ബ്രദർ സാം, ഗോ അഹെഡ്. ക്രിസ്തുവിന്റെ യാഗം അത് നമ്മള് വിവിധ തലത്തിൽ നിന്നും നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓർക്കാവുന്നത് ഏതാണ്ട് ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്ന ഏതാണ്ട് 3 വിവിധ തരത്തിൽ നമുക്കത് അതിനെപ്പറ്റി പഠിക്കാമെന്നുള്ളതാണ്. ഒന്ന്, മറുവിലയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന് പകരം ജീവൻ നൽകുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഈ കർത്താവിന്റെ ഇതുണ്ടല്ലോ, ആ പരീക്ഷകളും അവന്റെ കഷ്ടപ്പാടുകളും അതിൽ ഉൾപ്പെടണമെന്നില്ല. അവൻ മറുവിലയായാൽ മതി, അവൻ ജീവൻ നൽകിയാൽ മതി. ഇപ്പൊ പറഞ്ഞ കാര്യം അതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പം ബാക്കി പറയുന്നതിന് മുമ്പേ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാനായിട്ട്, അപ്പം ഇപ്പൊ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, റാൻസമായി തീരണമെങ്കിൽ ഒരിക്കലും ക്രിസ്തു 3.5 വർഷക്കാലം കഷ്ടം അനുഭവിക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ളതല്ലേ പറയുന്നത്? അത് തന്നെയാണ്. അപ്പം റാൻസമായി തീരണമെങ്കിൽ ക്രിസ്തു താൻ സമർപ്പിച്ച ആ നിമിഷം തന്നെ മരിക്കാമായിരുന്നു റാൻസമായിട്ട്, അല്ലെ? കറക്റ്റ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ. പിന്നെ ക്രിസ്തുവിന്റെ സിൻ ഓഫറിങ്ങിന് തന്നെ 2 ഭാഗമുണ്ടെന്ന് നമുക്കറിയാം. അപ്പം സിൻ ഓഫറിങ് ആവുമ്പം അവൻ ഒരു പാപിക്ക് നേരിടുന്ന കഷ്ടത അതുകൂടെ അവൻ സഹിക്കുന്നുണ്ട്. പിന്നെ ഈ സിൻ ഓഫറിങ്ങിന് 2 ഘട്ടമുണ്ട്, അല്ലെങ്കിൽ അതിന് 2 ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, സഭയ്ക്കും ആ സിൻ ഓഫറിങ്ങിൽ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. അപ്പം ക്രിസ്തു തലയായിട്ട് നമുക്ക് യാഗമായി തീർന്നു, അല്ലെങ്കിൽ ആ സിൻ ഓഫറിംഗ് ആയിട്ട് തീർന്നു. അവന്റെ ബോഡി സഭാ അംഗങ്ങൾ പിന്നെ അതിനുശേഷം ആ സിൻ ഓഫറിങ്ങിന്റെ ഭാഗമാകും എന്നുള്ളതാണ്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഈ ചോദ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതിനകത്ത് എബ്രായ ലേഖനം 2:10 പറയുന്ന പോലെ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയല്ലേ? ഇത് നല്ല വാക്യമാണ്. വേറെ ആർക്കെങ്കിലും? റോമൻസ് 8:3. Can someone read Romans 8:3 in Malayalam? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഈ ചോദ്യത്തെ സംബന്ധിച്ച് ആഡ് ചെയ്യാനുണ്ടോ? Go ahead, Brother Sam. ഞാൻ ഒരു കാര്യം കൂടെ ഓർത്തത്, ഈ സിൻ ഓഫറിങ്ങും അതിന്റെ റിലേഷൻ ബേൺഡ് ഓഫറിങ്ങുമായിട്ട് അതിനൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ബേൺഡ് ഓഫറിങ് ശരിക്കും വെക്കുന്നത് ആ തടിമേലാണ് വെക്കുന്നത്. അപ്പം ഇപ്പൊ ഈ റോമർ അധ്യായം വായിച്ചപ്പോ അതില് ക്രിസ്തു യഹൂദന് വേണ്ടി അവൻ പാപിയായി യഹൂദന് വേണ്ടി കൂടെയാണ് ക്രൂശില് കയറുന്നത്. മരത്തിൽ തൂങ്ങുന്നവൻ
ശപിക്കപ്പെട്ടവൻ എന്ന് വരത്തക്ക വിധത്തില് ഈ സിൻ ഓഫറിങ്ങും ബേൺഡ് ഓഫറിങ്ങും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അത് ബേൺഡ് ഓഫറിങ് നേരെ തടിയിലാണ് വെക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് സിൻ ഓഫറിങ്ങിൽ. ഓക്കെ, താങ്ക് യു. ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തു നമുക്കറിയാവുന്ന വാക്യമാണ്. ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അത് ആ വാക്യം എടുക്കാം. ഇവിടെ പറയുന്നത് താൻ സകല പാപത്തിലും പരിശോധിക്കപ്പെട്ടവനാണ് എന്നുള്ള ആ ഒരു ആശയം വരുന്ന വാക്യം എന്ന് പറഞ്ഞാൽ താൻ ഒരു മഹാപുരോഹിതനായി തീരുവാൻ തക്കവണ്ണം മറ്റുള്ളവരുടെ ആ ഒരു ബലഹീനതകളെ മനസ്സിലാക്കാനും അതിൽ സിംപതൈസ് ചെയ്യാനും കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു മഹാപുരോഹിതനായി തീരുവാൻ ക്രിസ്തു തൻ്റെ ആ ഒരു കഷ്ടാനുഭവങ്ങളും താൻ പരിശോധിക്കപ്പെട്ട ആ ഒരു അനുഭവങ്ങളുമൊക്കെയും തനിക്ക് ആവശ്യമായിരുന്നുള്ള ആ ഒരു ആശയം നമുക്ക് ബൈബിളിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റാൻസം എന്നതിലും ഉപരിയായിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. എബ്രായർ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അപ്പം ഈ ഒരു ആശയം പറഞ്ഞുകൊണ്ടാണ് എബ്രായർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മഹാപുരോഹിതനൊക്കെയും ദൈവത്തിന് ഈ തരത്തിലുള്ള യാഗങ്ങളാണ് അർപ്പിക്കുന്നതെന്ന്. ഒന്ന് ഗിഫ്റ്റ് ആയിരിക്കുന്ന യാഗവും അത് ഫ്രീ വിൽ ഓഫറിംഗ് എന്ന് മനസ്സിലാക്കി. രണ്ടാമത് സിൻ സാക്രിഫൈസസ് ഫോർ സിൻ, പാപ പരിഹാരമായിരിക്കുന്ന യാഗങ്ങൾ. അപ്പം ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പം ക്രിസ്തുവിന്റെ കാൽവരിയല്ല യോർദാനിലുള്ള തന്റെ സമർപ്പണം നമുക്ക് ഫ്രീ വിൽ ഓഫറിംഗ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് തീർച്ചയായിട്ടും ആരുടെയും കമ്പൽഷനാൽ അല്ലെങ്കിൽ ആരും തന്നെ നിർബന്ധിച്ചിട്ട് ചെയ്തതല്ല. തീർച്ചയായിട്ടും ദൈവത്തിന് തന്റെ സ്വന്തം ഇഷ്ടത്താൽ ക്രിസ്തു അർപ്പിച്ച യാഗമായിരുന്നു അത്. അപ്പം അതാണ് ഫ്രീ വിൽ ഓഫറിംഗ് ക്രിസ്തു ചെയ്തത്. ഇനിയും രണ്ടാമത് കാൽവരിയിൽ താൻ ക്രൂശിൽ മരിക്കുന്ന ആ നിമിഷം മരിക്കുമ്പോൾ അതാണ് ഈ ലോകത്തിന് ക്രിസ്തു നൽകിയ റാൻസം സാക്രിഫൈസ്. തന്റെ ജീവനെ പാപത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായിട്ട് ദൈവം ക്രിസ്തു കൊടുത്ത ആ ഒരു പരിഹാരമായിരിക്കുന്ന യാഗം, ആ റാൻസം സാക്രിഫൈസ്. അപ്പം ക്രൂശിലെ മരണമായിരുന്നു ആ ഒരു പാപത്തിന്റെ പരിഹാര യാഗം. ഇനിയും മൂന്നാമത്തെ ഒരു വസ്തുതയുണ്ട്. അതാണ് തന്റെ 3.5 വർഷക്കാലത്തെ ജീവിതം. ആ 3.5 വർഷക്കാലം യോർദാൻ മുതൽ കാൽവരി വരെ താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളും താൻ നേരിട്ട പരിശോധനകളൊക്കെയും തനിക്ക് ഒരു സിൻ ഓഫറിങ്ങിന്റെ ഭാഗമായാണ് ദൈവം കരുതുന്നത്. അപ്പം ക്രിസ്തു അനുഭവിച്ച ആ കഷ്ടാനുഭവങ്ങളും പരിശോധനകളും അനുഭവങ്ങളൊക്കെയും ഈ ഒരു സിൻ ഓഫറിങ്ങിന്റെ ഭാഗമായാണ് ദൈവം കണക്കിടുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോഴും ചോദ്യമുണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് ആ ഒരു റാൻസം ആയി തീരണമെങ്കിൽ തീർച്ചയായിട്ടും 3.5 വർഷക്കാലത്തെ ആവശ്യമില്ലായിരുന്നു. താൻ യോർദാനിൽ സമർപ്പിച്ച ആ നിമിഷം തന്നെ ക്രിസ്തുവിന് റാൻസമായി മരിച്ചാൽ റാൻസമായി തീരുമായിരുന്നു. പക്ഷെ ഇവിടെ ആ 3.5 വർഷക്കാലം കൊണ്ട് ക്രിസ്തു താൻ കൈവരിച്ച താൻ നേടിയെടുത്ത വസ്തുത എന്ന് പറയുന്നത് ഈ സകല മനുഷ്യർക്കും മതിയായ തരത്തിലുള്ള ഒരു മഹാപുരോഹിതനായി തീരുവാൻ തക്കവണ്ണം ഉള്ള പ്രാപ്തിയാണ് ക്രിസ്തു നേടിയെടുത്തത്.
അപ്പം ആ കഷ്ടാനുഭവത്തെയൊക്കെയും ആ 3.5 വർഷക്കാലത്തെ കഷ്ടാനുഭവത്തെയാണ് ആ സിൻ ഓഫറിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ പാപത്തിന്റെ നീക്കത്തിനായിട്ട് താൻ അനുഭവിച്ച കഷ്ടാനുഭവം എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വേറെ ആർക്കും വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് വരാം. സ്ട്രെസ്സൽ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വായിക്കാം. The sin offering shows the manner in which the ransom price is applicable or effective to the cancellation of the sins of the whole world. ഇത് പറയുന്നത്, the sin offering does not require so long a time for its accomplishment as does the ransom. But the sin offering will all be completed before the glorious reign of Christ begins. His church then being with him in glory. ഓക്കെ, അപ്പം സിൻ ഓഫറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഇവിടെ വായിച്ചതും അതുപോലെ തന്നെ നേരത്തെ സാമചാരൻ പറഞ്ഞതുമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പങ്കുണ്ട് സിൻ ഓഫറിങ്ങില്. അതുപോലെ തന്നെ ദൈവത്തിന്റെ കൃപയാൽ ഈ ശരീരമായിരിക്കുന്ന സഭയ്ക്കും സിൻ ഓഫറിങ്ങിൽ ഒരു ഭാഗമുണ്ട്, ഒരു പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പം റാൻസം എന്നത് അത് ക്രിസ്തു ഒരിക്കലായിട്ട് താൻ തന്നിൽ തന്നെ പൂർത്തീകരിച്ച ഒരു വസ്തുതയാണ് റാൻസം സാക്രിഫൈസ്. പക്ഷേ അപ്പോൾ തന്നെ ചർച്ചിന് അതിലൊരു പങ്കുമില്ല. റാൻസത്തിൽ തീർച്ചയായും ചർച്ചിന് ഒരു പങ്കുമില്ല. പക്ഷേ സിൻ ഓഫറിങ്ങിന് എന്ന് പറഞ്ഞാൽ ഈ പൊതുലോകത്തിന് തന്റെ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി തീരുന്ന ആ ഒരു യാഗത്തിൽ പങ്കുചേരാനായിട്ട് ചർച്ചിനൊരു അവകാശമുണ്ട്, അവസരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ക്രിസ്തുവിന് അതെങ്ങനെയായിരുന്നു? തന്റെ ആ 3.5 വർഷക്കാലത്തെ സമയത്തായിരുന്നു അതിൽ പങ്കുചേരാനുള്ള ഒരു അവസരം ദൈവം നൽകിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ചർച്ചിന് ലഭിച്ചിരിക്കുന്ന ആ സന്ദർഭം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ സുവിശേഷ യുഗത്തിൽ തന്റെ സമർപ്പണ ജീവിതത്തിൽ തന്നെയാണ് ഈ ഒരു സിൻ ഓഫറിംഗ് ആയി തന്നെ യാഗമർപ്പിക്കാനായിട്ട് ദൈവം നൽകുന്ന അവസരം. അത് ഓരോ നിമിഷവുമാണ് നമുക്ക് ലഭിക്കുന്ന അവസരം. ഒരു വാക്യമുണ്ടല്ലോ, കൊളോസ്യർ 1:24, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. കറക്റ്റ്, എക്സാക്ട്ലി. അപ്പം ആ വാക്യമാണ് നമ്മൾ സാധാരണ എപ്പോഴും ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ വായിക്കുന്ന വാക്യം. അപ്പം ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ അവിടെ ബാക്കിയായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിസ്തുവിന് ആ ഒരു സെൻ ഓഫറിംഗ് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ചർച്ചിനും ആ ഒരു ഗ്ലോറിയസ് ഹൈ പ്രീസ്റ്റ് ആയി തീരുവാൻ തക്കവണ്ണം, സിംപത്തറ്റിക് ഹൈ പ്രീസ്റ്റ് ആയി തീരുവാൻ തക്കവണ്ണം ഇപ്പോൾ ദൈവം തന്റെ കൃപയാൽ അനുവദിച്ചിരിക്കുന്ന അവസരമാണ് അതിലൊരു പങ്ക് എന്നുള്ളത്. അപ്പം അതിൽ നമുക്ക് തീർച്ചയായും ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം കൂടുതൽ ഇതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇനി. അപ്പം ക്രിസ്തു എങ്ങനെയാണോ ഈ തരത്തിൽ ഒരു ഫ്രീ വിൽ ഓഫറിങ് തന്റെ സമർപ്പണത്തിൽ അർപ്പിക്കുകയും അതുപോലെ തന്നെ തന്റെ മരണത്തിൽ ആ ഒരു പാപപരിഹാര യാഗം അർപ്പിക്കുകയും ചെയ്തത്, അതുപോലെ തന്നെ ഇപ്പോൾ മനുഷ്യരെന്ന് പറയുമ്പോൾ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിനെ അനുഗമിക്കാനായി തീരുമാനിക്കുന്ന ഓരോരുത്തർക്കും ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ഇതേപോലെ തന്നെ ക്രിസ്തുവിനെ പോലെ തന്നെ ഫ്രീ വിൽ ഓഫറിംഗ് ആയിരിക്കുന്ന യാഗം അർപ്പിക്കാനും ദൈവത്തിന് പാപപരിഹാരത്തിന് മതിയായ യാഗം അർപ്പിക്കാനും ഉള്ള ആ ഒരു അവസരമാണ് ദൈവം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന, ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യാഗം അർപ്പിച്ചാലേ ദൈവം ഇത് അംഗീകരിക്കുകയുള്ളൂ. അപ്പം അംഗീകരിക്കാൻ കഴിയുന്ന യാഗം എന്ന് പറയുമ്പോൾ അത് ഒരു ഫ്രീ വിൽ ഓഫറിംഗ് ആണെങ്കിലും പാപപരിഹാര യാഗമാണെങ്കിലും
ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ദൈവം അംഗീകരിക്കുന്ന യാഗവസ്തു എന്താണെന്ന്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു യാഗവസ്തു ഒരുവൻ അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം അത് അംഗീകരിക്കുന്ന ഒരു യാഗമല്ല. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കായനും ആബേലും ആയിരിക്കുന്നു അല്ലെ. അപ്പം അവിടെ ഒരുവന്റെ യാഗം ദൈവം അംഗീകരിക്കുകയും മറ്റൊരുവന്റെ യാഗം ദൈവം അവിടെ തള്ളിക്കളയുകയും ചെയ്തു. എന്തെന്ന് വെച്ചാൽ ദൈവം അംഗീകരിക്കുന്ന യാഗത്തിന് ചില ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പം ആ ഒരു അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന യാഗം, ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു യാഗമായിരുന്നാൽ മാത്രമേ ദൈവം ആ യാഗത്തെ അംഗീകരിക്കുകയുള്ളൂ. അപ്പം ആ കാര്യം ഓർത്തിരിക്കുക നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ. അപ്പം നമ്മൾ ഈ ശരീരമായിരിക്കുന്ന സഭയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ ഫ്രീ വിൽ ഓഫറിങ്? നമ്മൾ ചെയ്യുന്ന ഫ്രീ വിൽ ഓഫറിങ് എന്താണ്? വോളണ്ടറി ആയിട്ട് ദൈവത്തിന് അർപ്പിക്കാനായി നമുക്ക് എന്തുണ്ട്? എന്താണ് നമുക്കുള്ളത്? ഒന്നുമില്ല. തീർച്ചയായിട്ടും നമുക്കൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ. അതിന്റെ ഉത്തരം അത് തന്നെയാണ്. ഒരു പാപിയായിരിക്കുന്ന മനുഷ്യനെന്ന നിലയിൽ ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന ഒന്നും തന്നെയുമില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കുന്ന ഒന്നുമില്ല നമുക്ക് യാഗമായി അർപ്പിക്കാനായിട്ട്. സങ്കീർത്തനക്കാരൻ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ ഏറ്റവും നീതിയുള്ള പ്രവൃത്തി എങ്ങനെയുള്ളതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ? പഴം തുണിയായാണ് ദൈവം അതിനെ കാണുന്നത്. അപ്പം നമുക്ക് നീതിയുടെ ആ ഒരു അപാകതയിൽ ദൈവം അംഗീകരിക്കുന്നതായിരിക്കുന്ന ഒന്നുമില്ല നമുക്ക് യാഗം അർപ്പിക്കാനായിട്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ തരത്തിൽ ഒരു ഫ്രീ വിൽ ഓഫറിംഗ് ആയി തീരാൻ കഴിയുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇത് സാധിക്കുന്നത് ക്രിസ്തുവിന്റെ ആ രക്തത്തിന്റെ ആ ഒരു അംശം നമുക്ക് അധികാരമായി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ആ ക്രിസ്തുവിന്റെ ആ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അപ്പം നമ്മുടെ പാപ അവസ്ഥയിൽ നമ്മൾ ഇപ്പോൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനും നമ്മെ ദൈവത്തിന് സമർപ്പിക്കാനും പ്രാപ്തനാക്കുന്നത് തീർച്ചയായിട്ടും നമ്മിലുള്ള ഒന്നും തന്നെയുമല്ല, നമ്മിലുള്ള ഒരു കഴിവോ ഒന്നുമല്ല നമ്മളെ പ്രാപ്തനാക്കുന്നത്. പക്ഷേ ക്രിസ്തുവിന്റെ യാഗത്തിന്റെ റാൻസം സാക്രിഫൈസിന്റെ രക്തം അത് നമ്മളെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു നീതീകരണം ലഭിക്കുന്നത്. അപ്പം ആ നീതീകരിക്കപ്പെട്ട ആ മാനുഷിക പ്രകൃതിയാണ് നമ്മൾ ആ യാഗപീഠത്തിന്മേൽ ദൈവത്തിന് ഫ്രീ വിൽ ഓഫറിംഗ് ആയിട്ട് യാഗമർപ്പിക്കുന്നത്. അപ്പം LHMM-ലായിരുന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു കാര്യമായിരുന്നു നമുക്ക് എങ്ങനെയാണ് ഈ ചർച്ചിന്റെ ഒരു അംഗമായി തീരാൻ കഴിയുന്നത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ചർച്ചിന്റെ ഒരു അംഗമായി തീരാൻ, അല്ലെങ്കിൽ അത് നേടാനായിട്ടുള്ള ഓട്ടത്തിൽ ഒരു അംഗമായി തീരാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആ ഒരു ആശയം പൂർണ്ണമായി ഇല്ലാതിരുന്നു. എന്നു വെച്ചാൽ ഈ ഒരു ആശയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. നമ്മൾ ഈ സുവിശേഷ യുഗത്തിൽ നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത് ഈ സ്വർഗീയമായിരിക്കുന്ന വെളിയിലേക്കാണ്. അപ്പോൾ അതിൽ ദൈവം ആവശ്യപ്പെടുത്തുന്നെന്ന് പറയുന്നത് നമ്മുടെ ഭൗമികമായിരിക്കുന്നതിനെ നമ്മൾ കൈവിടണം എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടോ നമ്മളെ നിർബന്ധിച്ചിട്ടോ അല്ല, പക്ഷെ നമ്മൾ സ്വമേധ നമ്മുടെ സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്ന ഒരു സാക്രിഫൈസ് ആണ്. അപ്പം നമ്മൾ ക്രിസ്തുവിന്റെ ആ രക്തം നമ്മുടെ പാപപരിഹാരത്തിന് മതിയായതെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുമ്പോൾ അതിനാൽ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ആ നീതീകരണം. അപ്പം ആ നീതീകരണത്തിൽ നമ്മൾ നിലനിന്നാൽ നമുക്ക് നിത്യജീവനിൽ സ്വമേധ ദൈവത്തിന്റെ ക്രമീകരണവും കൃപയും ഉണ്ടെങ്കിൽ എത്താൻ സാധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ സമർപ്പിക്കുന്നത് ഭൗമികമായിരിക്കുന്നതിൽ നിന്ന് ഉപരിയായിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. അപ്പം ആ പ്രത്യാശ കൈവരിക്കണമെങ്കിൽ നമുക്ക് ഭൗമികമായിരിക്കുന്നതിൽ മുറുകെ പറ്റി നിന്നാൽ സാധിക്കുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തു എങ്ങനെയാണോ തൻ്റെ ആ സമർപ്പണത്തിൽ യോർദാനിൽ തന്നെ ദൈവത്തിനായി സമർപ്പിച്ചപ്പോൾ തൻ്റെ ഭൗമിക പ്രത്യാശയെ അല്ലെങ്കിൽ ആ
ആ ഒരു പൂർണ്ണ മനുഷ്യന്റെ സകലത്തെയും എന്ന് പറഞ്ഞാൽ സകലം എന്ന് പറഞ്ഞാൽ തന്റെ ആ സകല റൈറ്റും പ്രിവിലേജുകളും ഒക്കെയും തനിക്ക് ആ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് അധികാരമായിരിക്കുന്ന സകലതും താൻ ദൈവത്തിനായി സമർപ്പിച്ചു, അത് വേണ്ടെന്ന് വെച്ചു എന്നുള്ള ആ ഒരു ആശയത്തിൽ ദൈവം തനിക്ക് ആ ഒരു പുതിയ സൃഷ്ടിയായി ജനിക്കാനായിട്ടുള്ള ആ ഒരു വികരം നമുക്ക് ക്രിസ്തുവിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളിലും ലഭിക്കുന്ന ആ ഒരു നിക്ഷേപമാണ് ആ ഒരു പുതിയ സൃഷ്ടി. അപ്പം ഈ പുതിയ സൃഷ്ടി നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ നിക്ഷേപം ലഭിക്കാനായിട്ട് നമ്മൾ ഓഹരിക്കാരായി തീരുന്നത് നമ്മൾ ഭൗമികമായിരിക്കുന്നതിനെ നമ്മൾ വെടിയുമ്പോഴാണ്. അപ്പം അതാണ് നമ്മൾ സമർപ്പണത്തിൽ ചെയ്യുന്നത്. നമ്മുടെ സമർപ്പണത്തിൽ നമ്മൾ ആ ഒരു നീതീകരിക്കപ്പെട്ട മാനുഷികത്വത്തെ നമ്മൾ വെടിഞ്ഞുകൊണ്ട് ആ ഒരു പുതിയ സൃഷ്ടിയുടെ ആ ഒരു നിക്ഷേപത്തെയാണ് നമ്മൾ കൈവരിക്കുന്നത്. അപ്പം ഇതാണ് ആ ഒരു ഫ്രീ വിൽ ഓഫറിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഫ്രീ വിൽ ഓഫറിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ നിഴലിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിച്ചിരുന്നത്? അതിലൊരു ആശയം എന്ന് പറയുന്നത് ഫ്രീ വിൽ ഓഫറിംഗ് എപ്പോഴും അത് വെളിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ആ യാഗം അർപ്പിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ കൽപ്പനകളിൽ, ദൈവത്തിന്റെ ക്രമീകരണങ്ങളിലുള്ള ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ തനിക്ക് അതനുസരിച്ച് ജീവിക്കാനായി ഉള്ള സന്തോഷത്തിൽ നിന്ന് താൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ ഫ്രീ വിൽ ഓഫറിംഗ്. അപ്പം ഈ തരത്തിൽ തന്നെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമ്മൾ പൊരുളിലേക്ക് വരുമ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ തന്റെ ജീവനെ, ഈ ഒരു നീതീകരിക്കപ്പെട്ട ജീവനെ ദൈവത്തിനായി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം കണക്കിടുന്നത് താൻ സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാനുള്ള ഇഷ്ടത്താൽ തന്നിൽ ഉളവാകുന്ന ആ ഒരു പ്രവൃത്തിയായാണ് ദൈവം കണക്കിടുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ. അപ്പം ഇതൊക്കെയും നമുക്ക് സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഏതെങ്കിലും കഴിവുകൊണ്ടോ നമുക്ക് എന്തെങ്കിലും സാധിച്ചിട്ടോ അല്ല. പക്ഷെ ക്രിസ്തുവിന്റെ രക്തം എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് സമർപ്പിക്കാൻ തക്കവണ്ണം, യാഗം അർപ്പിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ള ആ ഒരു നീതീകരിക്കപ്പെട്ട മാനുഷിക പ്രകൃതി, മാനുഷിക അവസ്ഥ, നില നമുക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെയും ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കുന്ന ഒന്നും തന്നെയും യാഗമർപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ള വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേതെങ്കിലും പോയിന്റ് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അപ്പം അടുത്ത പോയിന്റിലേക്ക് വരുമ്പം ഇനി നമ്മൾ ഗിഫ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനിയും അടുത്ത സാക്രിഫൈസസ് ഫോർ സിൻ എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പം ഗിഫ്റ്റ് വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന യാഗമായിരിക്കുമ്പോൾ ഈ സാക്രിഫൈസസ് ഫോർ സിൻ അത് തീർച്ചയായിട്ടും ദൈവം കൽപ്പിച്ചത് കൊണ്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പം അത് പാപത്തിന്റെ പരിഹാരമായിട്ട് തീരാനായാണ് ഒരുവൻ അർപ്പിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ, പൊരുളിലേക്ക് വരുമ്പോൾ ഇത് എന്തിനെ കുറിക്കുന്നു? അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആ ഫ്രീ വിൽ ഓഫറിംഗ് നമ്മുടെ സമർപ്പണമായിരുന്നു എങ്കിൽ നമ്മൾ ഈ പാപത്തിന്റെ പരിഹാരമായി നടത്തുന്ന യാഗം എന്ന് പറഞ്ഞാൽ ആ ഒരു സിൻ ഓഫറിംഗ് ആയി നമ്മൾ ചെയ്യുന്ന യാഗങ്ങൾ, അത് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ആ ഒരു യാഗത്തെയാണ്. നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും അതുപോലെ തന്നെ നമ്മൾ സൺഡേയിൽ പഠിക്കുന്ന റോമൻസ് ചാപ്റ്റർ 6 നമ്മൾ പഠിച്ച ആശയങ്ങളാണിത്. നമ്മൾ നമ്മുടെ സമർപ്പണ ജീവിതത്തിൽ എടുക്കുന്ന സാക്രിഫൈസുകളൊക്കെയും നമ്മൾ നേരിടുന്ന ആ കൈപ്പായ അനുഭവങ്ങളൊക്കെയും ഇതൊക്കെയും ദൈവം എന്തായാണ് കണക്കിടുന്നത്? അത് ഈ സിൻ ഓഫറിങ്ങിന്റെ ഭാഗമായാണ് ദൈവം കണക്കിടുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അതിന്റെ ആ ഉദ്ദേശം ഓർത്തു വെക്കുക. നമ്മൾ ആ സിൻ ഓഫറിംഗിൽ
നമ്മൾ പങ്കാളികളായിത്തീരുന്നത് ലോകത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. അപ്പം അത് നമ്മളിവിടെ ഓർത്തിരിക്കുക. അപ്പം ഈ സിൻ ഓഫറിങ്ങിന്റെ ഭാഗമായി തീരുക എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ക്രിസ്തുവിന്റെ രക്തത്തെ നമുക്ക് മതിയായതായിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായാണ് ദൈവം കണക്കിടുന്നത്. അപ്പോൾ ആ നീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടവൻ എന്ന കണക്കിട്ട അവസ്ഥയിൽ നമുക്ക് നമ്മളിലുള്ള അധികാരങ്ങളും നമുക്ക് ദൈവം അനുവദിച്ചിട്ടുള്ള ആ ഒരു പ്രിവിലേജുകളൊക്കെയും ദൈവത്തിനായി നമ്മൾ സമർപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ യാഗമർപ്പിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഒരു സിൻ ഓഫറിംഗ് ആയി തീരുന്നത്. അപ്പം നമ്മൾ നീതിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്ക് അവിടെ ഈ ഒരു സിൻ ഓഫറിംഗ് ആയാണ് നമ്മൾ തീരുന്നത് എന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിനോട് അനുബന്ധപ്പെടുത്തി 2 വാക്യങ്ങൾ വായിക്കാം. റോമർ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. റോമർ 12-ന്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പം ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും ഈ ഒരു സിൻ ഓഫറിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമർ 6-ാം അധ്യായമാണ്, 5-ാം അധ്യായമല്ല, 6-ാം അധ്യായമാണ് നമ്മൾ മുഴുവനും വായിക്കാൻ ഇവിടെ സമയമില്ല. അപ്പം ആ അധ്യായം വായിക്കുന്നില്ല. ഓരോരുത്തരും സ്വന്തം സമയത്ത് വായിച്ചു നോക്കുക. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സിൻ ഓഫറിങ്ങിനെ സംബന്ധിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ആ സിൻ ഓഫറിങ്ങിൽ നമുക്കുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ് അവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അപ്പം സിൻ ഓഫറിങ് എന്ന് പറയുന്നത് ലോകത്തിന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണെന്നുള്ളത് പറയുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകത്തിന്റെ പാപം എന്ന് പറയുന്നത് എന്തിനെയാണ്? അതിനുവേണ്ടിയല്ലേ ക്രിസ്തു യാഗമായി തീർന്നത്, ഒരു റാൻസമായി തീർന്നത്? ആർക്ക് പറയാൻ പറ്റും അതിനെ സംബന്ധിച്ച്? ലോകത്തിന്റെ ഇതുണ്ടല്ലോ, ന്യൂ കവനന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഇതുണ്ടല്ലോ, അതായത് സഭയ്ക്കും അതിൽ പങ്കുണ്ട്, സഭയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പം സഭ എന്ന് പറയുന്നത് ന്യൂ കവനന്റിന്റെ അടിയിലല്ല, കീഴിലല്ല വരുന്നത്. അല്ല, ന്യൂ കവനന്റിന്റെ കീഴിലല്ല. ന്യൂ കവനന്റിന് മീഡിയേറ്റർ ആയിട്ട് വരുന്നത് ഇത് സഭയും ക്രിസ്തുവും കൂടെയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും അങ്ങനെ ആ ഒരു മീഡിയേറ്റർ ആകാനായിട്ടുള്ള കാരണം ഇങ്ങനെ ഈ സിൻ ഓഫറിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു ആശയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ അവര് സിൻ ഓഫറിംഗ് ആയിത്തീരുന്നത് ലോകത്തിന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിലടങ്ങുന്ന ആശയം തീർച്ചയായിട്ടും സുവിശേഷ യുഗത്തിലുള്ള ചർച്ചിന് വേണ്ടിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊതുലോകത്തിന് അവര് സിൻ ഓഫറിംഗ് ആയിത്തീരുമ്പോൾ അതിലടങ്ങുന്ന ആശയം എന്താണ്? ഏത് ലോകത്തിന്റെ പാപത്തിന് വേണ്ടിയാണ് ഈ ചർച്ച് ക്ലാസ് സിൻ ഓഫറിംഗ് ആയിത്തീരുന്നത്?
ക്രിസ്തുവിന്റെ റാൻസം അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ പരിഹാരമായല്ലേ തീർന്നത്? ശരിക്കും ഈ പ്രീസ്റ്റിന് നമ്മളിപ്പോ പഠിക്കുന്നതനുസരിച്ച് സാക്രിഫൈസസിൽ പല സാക്രിഫൈസസ് ഉണ്ട്. അപ്പൊ ഒന്ന് മനഃപൂർവ്വ പാപങ്ങൾക്കുള്ളതും പിന്നെ മറ്റേത് ഇതുണ്ടല്ലോ ട്രെസ്പാസസിനുള്ളതും. അപ്പം അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക്. അപ്പം സഭയ്ക്ക് അതിലാണ് ഷെയർ ഉള്ളത്, അറിയാതെ ചെയ്യുന്നത്. ഇത് മറ്റൊരു സമയത്ത് വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പാണ് നമുക്ക് ലഭിച്ചത്. അപ്പം ഇത് മറ്റൊരു സമയത്ത് വേണമെങ്കിൽ ഒരു വിഷയമായി എടുക്കാൻ തന്നെ നമുക്ക് ഉണ്ട് ഇതിലടങ്ങുന്ന ആശയങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ ആ ഒരു റാൻസം സാക്രിഫൈസ് എന്ന് പറയുന്നത് ആ ആദാമിന്റെ അല്ലെങ്കിൽ ഒന്നാം ആദാമിന്റെ പാപം, അതിന്റെ പരിഹാരം അല്ലെങ്കിൽ അതിനുശേഷം വന്ന പാപങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ ഒറിജിനൽ സിന്നിന്റെ അടിസ്ഥാനമായി വന്നിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമായാണ്. പക്ഷെ ഇവിടെ ഈ തരത്തിലുള്ള ഇപ്പൊ പറഞ്ഞതുപോലെ ഉള്ള ആ ഒരു വ്യത്യാസം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. മറ്റൊരു സമയത്ത് വേണമെങ്കിൽ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് അടുത്ത പ്രാവശ്യം ഷോർട്ടായി പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്നേരം പറയാം. പക്ഷെ ഇപ്പോൾ നമുക്ക് അതൊരു വിഷയമായിരിക്കാത്തതുകൊണ്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. പക്ഷെ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു വിഷയമാണിത് എന്ന് പറഞ്ഞാൽ ചർച്ചിന് ക്രിസ്തുവിനോടൊപ്പം സിൻ ഓഫറിങ്ങിലുള്ള പങ്ക് എന്നതിനെ സംബന്ധിച്ച് ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ആ കാര്യമാണ്. അപ്പം അത് ഓരോരുത്തരും സ്വയമേ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മുടെ സമർപ്പണത്തിൽ നമ്മൾ ദൈവത്തിന് അർപ്പിച്ച ആ ഒരു ഫ്രീ വിൽ ഓഫറിങ് അത് ഓവർ ടൈം നമ്മുടെ സമർപ്പണ ജീവിതത്തിന്റെ ആ മുഴുവൻ ദൈർഘ്യം കൊണ്ട് അതിപ്പം എത്ര വർഷമാണെങ്കിലും ആ ഒരു പൂർണ്ണ ദൈർഘ്യം കൊണ്ട് ദൈവം അത് എന്താക്കി തീർക്കുന്നു, അത് പൊതുലോകത്തിന് ഈ ലോകത്തിനുള്ള സിൻ ഓഫറിങ് ആക്കി തീർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. അത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ആശയത്തിൽ കൂടെ അതുപോലെ തന്നെ റോമർ 6-ാം അധ്യായത്തിലൊക്കെയും നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ആ വിഷയം വിട്ടിട്ട് ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. പ്രീസ്ലി ഫങ്ഷൻസിനെ സംബന്ധിച്ച് അത്രയും ഉള്ളൂ നമുക്ക് ചിന്തിക്കാൻ ഇപ്പോൾ. ഇനിയും അടുത്ത കുറെ ക്ലാസ്സുകളായിട്ട് ഇനി അടുത്ത മേ ബി 1-2 മാസങ്ങൾ പ്രോബബ്ലി എടുക്കുമായിരിക്കും. നമ്മൾ പ്രീസ്ലി ഗാർമെന്റ്സിനെ സംബന്ധിച്ചാണ് ഇനിയും പഠിക്കാനിരിക്കുന്നത്. അപ്പം പ്രീസ്ലി ഗാർമെന്റ്സ് എന്ന് പറയുന്നത് ഈ പുരോഹിതന്റെ അങ്കി, അതിലടങ്ങുന്ന പല ഭാഗങ്ങൾ, അങ്കിയുടെ പല ഭാഗങ്ങൾ, അതിന്റെ ആശയങ്ങൾ എന്താണ്, ആത്മീയമായിരിക്കുന്ന വസ്തുതകൾ എന്താണ് എന്നൊക്കെയുമാണ് നമ്മൾ ഇനിയും 1-2 മാസങ്ങൾ കൊണ്ട് ഇനിയും ചിന്തിക്കാനിരിക്കുന്നത്. അപ്പം ഇത് കുറച്ച് ഡിവൈഡഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്താണ് നമ്മൾ ഇത് മുഴുവനും കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും നല്ലപോലെ നോട്ട് എടുക്കുക എന്നതുമാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ എടുത്തിരിക്കുന്നത് പുറപ്പാട് 28-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. അപ്പം അത് വായിക്കാം. പുറപ്പാട് 28-ാം അധ്യായം 2 മുതൽ 4 വരെ. നിന്റെ സഹോദരനായ അഹറോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അഹറോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യിലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹറോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന്
അവർ അവനും അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അപ്പം ഓരോരുത്തരും ഈ വാക്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പുറപ്പാട് 39 അധ്യായം 1 മുതൽ 31 വരെ വാക്യങ്ങൾ. പുറപ്പാട് 39 1 മുതൽ 31 വരെ വാക്യങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വിഷയം തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ. ഒരു ഓവർവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഷയത്തെ ചിന്തിക്കുന്നത്. അപ്പം ജനറൽ ആയിട്ട് നമുക്ക് ഇതിലടങ്ങുന്ന ആശയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോ ഡീറ്റെയിലും നമ്മൾ ഇതിനെ സംബന്ധിച്ച് അടുത്ത ക്ലാസ് മുതൽ ചിന്തിച്ചു തുടങ്ങും. അപ്പം നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തി താൻ ഉടുക്കുന്ന ആ ഒരു വേഷം അല്ലെങ്കിൽ അങ്കി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒന്നെങ്കിൽ അവരുടെ പദവി അല്ലെങ്കിൽ ഒരു തൻ്റെ ജോലിയെ കുറിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ തൻ്റെ ഒരു ഐഡന്റിറ്റിയോട് അനുബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിന്റെ ഒരു സിംബൽ ആയിട്ടാണ് താൻ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ വേഷം ധരിക്കുന്നത്. അതിൽ ചില എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസ് അവർക്ക് അവരുടേതായിരിക്കുന്ന യൂണിഫോം ഉണ്ട്. മിലിറ്ററിയില് അവരുടേതായിരിക്കുന്ന യൂണിഫോം ഉണ്ട്. അതുപോലെ തന്നെ പല റാങ്ക് വ്യത്യസ്തമാകുമ്പോൾ റാങ്കിന് വ്യത്യസ്തമായിരിക്കുന്ന യൂണിഫോം. അപ്പം അവര് ധരിക്കുന്ന ആ ഒരു വേഷം കണ്ടാൽ അവരുടെ റാങ്കിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പോലീസിന്റെ ഇടയിലും അതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് അവരുടെ ആ റാങ്കിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫയർ ഫൈറ്റേഴ്സ് അവരുടെ ആ ഒരു വേഷം യൂണിഫോം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരുടെ ജോലിയെ സംബന്ധിച്ച് അധികാരത്തെ പദവിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ മെയിൽമെൻ പോസ്റ്റ്മെൻ അവരെ സംബന്ധിച്ചും നമുക്ക് അവരുടെ വേഷത്തെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും നഴ്സുകൾ അവര് സാധാരണ വെള്ള അങ്കിയാണ്, വെള്ള വേഷമാണ്, വെള്ള കളറിന്റെ വേഷമാണ് ധരിക്കുന്നത്. അപ്പം അത് അവരുടെ ആ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ ജോലിയെ സൂചിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, പക്ഷെ വെള്ള എന്ന് പറയുന്നത് ശുദ്ധിയുടെ ഒരു കളറാണ്. അപ്പം അത് കാണിക്കുന്നത് അവരുടെ ജോലിയിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന ആ ഒരു ശുദ്ധിയെയാണ്. അപ്പം രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ രോഗികളെ കൈകാര്യം ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഒരു നിലയിൽ ഒരു ശുദ്ധി വേണം. അപ്പം ആ ഒരു ശുദ്ധിയെയാണ് ആ ഒരു വെള്ള കളറ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ എക്സാമ്പിൾസ് നോക്കുമ്പോഴും നമുക്ക് വേഷം എന്നത് അതിൻ്റെതായിരിക്കുന്ന സിഗ്നിഫിക്കൻസ് ധരിക്കുന്നവന് നൽകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും കാത്തലിക് ചർച്ച് അങ്ങനെയൊക്കെയും നമ്മൾ ഡിനോമിനേഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയും പുരോഹിതന്മാര് ധരിക്കുന്ന വേഷമൊക്കെയും അതിനും ഈ തരത്തിലുള്ള സിഗ്നിഫിക്കൻസ് സിംബൽസ് ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ അവർ ധരിക്കുന്ന വേഷവും അല്ലെങ്കിൽ ഈ മാസിൽ അവര് മാസ് കൈകാര്യം ചെയ്യുമ്പോൾ ധരിക്കുന്ന വേഷവും ഒക്കെയും വ്യത്യസ്തമായിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയും നമുക്ക് ബൈബിളിൽ നിന്ന് അവര് ബോറോ ചെയ്തതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേഷം എന്നത് നമുക്ക് ഒരു സിംബൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാഡ്ജ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം വേഷത്തിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ നിഴലിലേക്ക് നോക്കുമ്പോൾ ഈ മഹാപുരോഹിതനും അതുപോലെ തന്നെ ഉപപുരോഹിതന്മാരും ധരിച്ചിരുന്ന വേഷങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ പല ആശയങ്ങളും പല പാഠങ്ങളും അതിൽ നിന്ന് പഠിക്കാനിരിക്കുന്നു. അപ്പം നമ്മൾ പുറപ്പാട് 19 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഒരു ആശയം നമ്മൾ ഈ ആത്മീയമായിരിക്കുന്ന മഹാപുരോഹിതന്റെ അല്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന പുരോഹിത വർഗത്തിന്റെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ നിഴൽ എന്ന് പറയുന്നത് അതിൻ്റെതായിരിക്കുന്ന ആത്മീയ സിഗ്നിഫിക്കൻസ് അതിൽ നമുക്ക്
കാണാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ചർച്ചുമായുള്ള ബന്ധത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയ പുരോഹിത വർഗവുമായുള്ള ബന്ധത്തിലാണ് ആ സിഗ്നിഫിക്കൻസ് ഇരിക്കുന്നത്. അപ്പം ഒന്ന് നിഴലായിരിക്കെ ഈ ആത്മീയ പുരോഹിത വർഗമാണ് അതിന്റെ പൊരുള്. അപ്പം നമുക്ക് ഇതിനെ സംബന്ധിച്ച് ജനറൽ ആയിട്ട് ഒരു ഓവർവ്യൂ ആയിട്ട് ചിന്തിക്കാം. ഇനി ആദ്യത്തെ ഈ ഒരു വേഷത്തിന്റെ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് ലിനൻ ഗാർമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ ധരിച്ചിരിക്കുന്ന ഈ വെള്ള അങ്കി, ഈ വെള്ള കളറിലുള്ള അങ്കിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ലിനൻ ഗാർമെന്റ് അത് സാക്രിഫിഷ്യൽ ഗാർമെന്റ് ആയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ പുരോഹിതന്മാരൊക്കെയും ഈ കോർട്ടിൽ നിന്ന് ആനിമൽ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഇവർ സാധാരണ വെറും വെള്ള അങ്കി ധരിച്ച് ആണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു സാക്രിഫിഷ്യൽ ഗാർമെന്റ് ആയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ ഈ മഹാപുരോഹിതന്റെ ഈ പൂർണ്ണ വേഷം, എൻറ്റയർ വേഷത്തിനെ ഏത് വേഷമായാണ് പറയുന്നത്? ഗാർമെന്റ് ഓഫ് എന്തായാണ് പറയുന്നത്? ഗ്ലോറി. ഗാർമെന്റ് ഓഫ് ഗ്ലോറി ആയാണ് പറയുന്നത്. അപ്പം അതൊന്ന് സൈഡ് നോട്ട് ആയിട്ട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം ഈ ലിനൻ ഗാർമെന്റ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ചർച്ച് ക്ലാസിന്റെ റൈച്ചസ്നെസ്സിനെയാണ്, അവരുടെ നീതിയുടെ അവസ്ഥയെയാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഓരോന്നിന്റെയും റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇതിൽ ഈ ഇടത്ത് പോയിട്ട് അവിടെ കൂടുതൽ അതിനെ സംബന്ധിച്ച് വായിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് സമ്മറി ആയിട്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം വളരെ ചുരുക്കിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം വെള്ള അങ്കി എന്തിനെ കാണിക്കുന്നു? ഇത് കാണിക്കുന്നത് ചർച്ച് ക്ലാസിന്റെ ആ നീതീകരണത്തെയാണ്, നീതിയുടെ അവസ്ഥയെയാണ് കാണിക്കുന്നത്. ഇനിയും ലിനൻ ഗേർഡോ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എങ്ങനെയാണ്? അരക്കച്ച എന്ന് പറയും, പക്ഷെ അത് തന്നെയാണോ ബൈബിളിലെന്ന് അറിയത്തില്ല. അരകെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ലിനൻ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ വെള്ള അങ്കി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ തുണിയും അതേ കളറുമായിരിക്കും. അപ്പം ഈ ലിനൻ ഗേർഡൽ ആണ് ഇവിടെ അരകെട്ടാനായി ഉപയോഗിക്കുന്നത്. അപ്പം ഈ ലിനൻ ഗേർഡോ അത് എന്തിനെ കാണിക്കുന്നു? അത് കാണിക്കുന്നത് നീതിയുടെ പുരോഹിതന്മാരായി എന്ന് പറഞ്ഞാൽ നീതിയുടെ വേലക്കാരായി ചർച്ചിനെ കാണിക്കുന്നു. ക്രിസ്തുവിനെയും ചർച്ചിനെയും നീതിയുടെ വേലക്കാരായിട്ട് ഇത് കാണിക്കുന്നു. അപ്പം അതിലടങ്ങുന്ന ആശയം ഏതാണ്? സാധാരണ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് നമ്മൾ ഇത് നിഴലായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ആ ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ധരിച്ചിരുന്ന വേഷം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു ഗൗൺ പോലത്തെയുള്ള ഒരു വേഷമായിരുന്നു. അപ്പം അത് വളരെ ഫ്രീ ഫ്ലോയിങ് ആണ്. അപ്പം വളരെ ലൂസ് ആയിട്ടും അതുപോലെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു വേഷമാണ്. അപ്പം സാധാരണ ഒരു വേല ചെയ്യണമെങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ വേല ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഇടയിൽ അതൊരു തടസ്സമായിരിക്കും. അപ്പം സാധാരണ അവർ ചെയ്യുന്നത് ഈ തരത്തിൽ ഒരു അര കെട്ടാനായിട്ട്, അതിനെ മുറുക്കി കെട്ടാനായിട്ട് ഈ തരത്തിലുള്ള ഒരു ഗേർഡോ എടുക്കുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു വേലയെ സൂചിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വേലക്കാരെ സൂചിപ്പിക്കുന്നു എന്നുള്ള ആശയം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം നീതിയുടെ വെള്ള ലിനൻ കാണിക്കുന്നത് ശുദ്ധി എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചു. നീതിയുടെ ആ ഒരു ആശയമാണ് നമുക്ക് ഇവിടെ ലിനനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം നീതിയുടെ വേലക്കാർ എന്നുള്ള ആശയമാണ് നമുക്കിവിടെ ലിനൻ ഗേർഡോ എന്നതിൽ കാണാൻ സാധിക്കുന്നത്. ഈ
ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സമയത്ത് ഇതുപോലെ തോർത്ത് അരിക്ക് കിട്ടി എന്നുള്ളത് പറയുന്നുണ്ട് അവിടെ. പറഞ്ഞ പോലെ ഇപ്പം വേലയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അര കിട്ടുക എന്നുള്ളത്. ഇനിയും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അപ്പർ റോബ് എന്ന് പറഞ്ഞാൽ ഈ നീല കളറിലുള്ള റോബിനെയാണ് ഇവിടെ അപ്പർ റോബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ടാബർനാക്കിൾ സ്റ്റഡി മുമ്പ് പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഇവിടെ ബെൽവ്യൂ ക്ലാസ്സിൽ ആദ്യമേ മുതൽ പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാകണം നീല എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. നീല എന്ന കളർ എന്തിനെ സൂചിപ്പിക്കുന്നു? വിശ്വസ്തതയെ കാണിക്കുന്നു, ഫെയ്ത്ത്ഫുൾനെസ് അതിനെ കാണിക്കുന്നു. അപ്പം ഈ നീല അങ്കി എന്തിനെയാണ് കാണിക്കുന്നത്? അത് ഈ സെയിൻസിന്റെ വിശുദ്ധന്മാരുടെ വിശ്വസ്തതയെ കാണിക്കുന്നു. അപ്പം നേരത്തെ സൂചിപ്പിച്ചു ഈ കാര്യങ്ങളൊക്കെയും റെപ്രസെന്റ് ചെയ്യുന്നത് ചർച്ചിനെയാണ്. അപ്പം ഈ പുരോഹിതന്റെ വേഷം അത് സൂചിപ്പിക്കുന്നത് ചർച്ചിനെയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം ഈ നീല അങ്കി സൂചിപ്പിക്കുന്നത് ചർച്ചിന്റെ, അത് ക്രിസ്തുവും അടങ്ങുന്നു അതിൽ. അപ്പം ആ ക്രിസ്തു എന്ന തലയും ശരീരവും ചേരുന്ന ആ ഒരു ഗണത്തിന്റെ വിശ്വസ്തതയെ കാണിക്കുന്നു ഈ നീല അങ്കി. അപ്പം ഈ വിശ്വസ്തത എന്ന് പറയുന്നത് അത് ഈ വിശുദ്ധിയുടെ അല്ലെങ്കിൽ റൈച്ചസ്നെസിന്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒന്നാണ് ഈ വിശ്വസ്തത എന്ന് പറയുന്നത്. നമ്മുടെ ഈ നീതീകരണത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നീതിയുടെ അവസ്ഥയിൽ നിന്നുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒന്നാണ്. പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ക്ലിയർ ആയിട്ടാണോ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ നമ്മുടെ വിശ്വസ്തത നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ നീതിയുടെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നീതീകരണം ലഭിക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒന്നാണ് നമ്മുടെ വിശ്വസ്തത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വസ്തത നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിനാലാണ്. അപ്പം അത് രണ്ടിലുള്ള വ്യത്യാസം എന്താണെന്ന് ഓരോരുത്തർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അതൊരു സൈഡ് നോട്ടായിട്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ഈഫോദ് എന്ന് മലയാളത്തിൽ പറയുന്നു. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് കാണിക്കുന്നത് ദൈവത്തിന്റെ രണ്ട് കവനന്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതാണ് ഈ രണ്ട് കവനന്റ്സ്? അബ്രഹാമിക് കവനന്റും ന്യൂ കവനന്റും. അപ്പം അബ്രഹാമിക് കവനന്റ്, ന്യൂ കവനന്റ്, ഈ രണ്ട് കവനന്റുകളെയാണ് ഈ ഈഫോദ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഈഫോദ് എങ്ങനെയാണ് ഇത് തൂക്കി ഇട്ടേക്കുന്നത് ഈ പുരോഹിതന്റെ ദേഹത്ത്? ആർക്കെങ്കിലും അറിയാം? സ്വർണ്ണക്കൊളുത്ത് ചുമലില്. ഈ പിക്ചറിൽ എല്ലാവർക്കും വ്യക്തമാണോ എന്ന് അറിയത്തില്ല. ഈഫോദ് എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? ഷോൾഡറിന്റെ അവിടെ കൊളുത്ത് ഇതാ നെഞ്ചത്ത് തൂങ്ങിക്കിടക്കുന്ന ഇവിടെ നെഞ്ചത്തുള്ള ഈ ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ മേളിൽ അതിനെ വെച്ചിരിക്കുന്നുവോ ഈ സ്ക്വയർ ആയിട്ട് കാണുന്നത് ബ്രസ്റ്റ് പ്ലേറ്റ് അല്ല, ഈ ഗോൾഡ് കളറിലുള്ളതല്ല, അതിന് കീഴിലുള്ള. അപ്പം ഇത് രണ്ട് വശമുണ്ട് അല്ലെ? അപ്പം ഇത്
ആ കാണുന്ന മുഴുവനും ഇഫോദല്ലേ? ആ ബ്ലൂവിന്റെ മുകളിൽ കാണുന്ന ഉടുപ്പ് അത് മുഴുവനും ഇഫോദല്ലേ? അല്ല. കല്ല് പതിപ്പിച്ച അത് വേറെ പീസ്. പുറപ്പാട് 28:6 വായിച്ചാണ്. വായിച്ചോ. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി എഫോദ് ഉണ്ടാക്കണം. അപ്പം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് എഫോദ്. അതിന് മുകളില് ചുമൽക്കണ്ട, അവിടെ 2 അറ്റത്തോട് ചേർത്ത 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിൽ എനിക്ക് പറ്റിയ കറക്റ്റ് മിസ്റ്റേക്ക് ആണ്. അപ്പം ഈ ഡിസൈൻ വരുന്ന സകലതുമാണ് ഈ ഫോദായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം ഈ കാണുന്നതൊക്കെയും ഈ ഫോദാണ്. അപ്പം ഇതിന് 2 വശമുണ്ട്, ഫ്രണ്ടിൽ കാണുന്നതും അതുപോലെ തന്നെ പിറകിൽ കാണുന്നതും. ഈ പിക്ചറിൽ കാണാൻ സാധിക്കത്തില്ല, പക്ഷെ ഈ ഫാദിന് ഫ്രണ്ട് വശവുമുണ്ട്, ബാക്ക് വശവുമുണ്ട്. അപ്പം ഇതാണ് ഈ 2 കവനന്റിനെ കാണിക്കുന്നത്. അപ്പം ഈ അബ്രഹാമിക് കവനന്റും ന്യൂ കവനന്റും. അപ്പം ഇത് തൂക്കിയിട്ടേക്കുന്നത് ഈ തരത്തിൽ സ്വർണ്ണ കൊളുത്തിലാണ്. അപ്പം ഇത് ഇവിടെ 2 സ്റ്റോൺ ഉണ്ട്, ഈ തോളത്ത് 2 സ്റ്റോൺ ഉണ്ട്. അപ്പം ഇതൊക്കെയും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ള ആശയം. അത് പറയാനായിട്ടാണ് ഇത്രയും ചിന്തിച്ചത്. അപ്പം ഇത് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ 2 കവനന്റ് എന്ന് പറഞ്ഞാൽ ഈ 2 കവനന്റുകളും ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള അതിന്റെ റെസ്പോൺസിബിലിറ്റി ദൈവം അത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മഹാപുരോഹിതനിലാണ്, ആത്മീയമായിരിക്കുന്ന മഹാപുരോഹിതനിലാണ്. ആന്റൈറ്റിപ്പിക്കൽ പൊരുളിലുള്ള മഹാപുരോഹിതനിലാണ് ദൈവം ഈ 2 കവനന്റുകൾ പൂർത്തീകരിക്കാൻ, നിവർത്തിക്കാനായുള്ള ആ ഒരു ബർഡൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഇവിടെ അടങ്ങുന്ന ആശയം. കൂടുതൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനിയും പഠിക്കാനിരിക്കുന്നു. അപ്പം ഫോർ നൗ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാം. ഇനിയും ഈ ഫാദിനെ കുറിച്ച് പറയുമ്പോൾ പല നൂലുകൾ, ഇപ്പം വായിച്ച വാക്യം അതിലടങ്ങുന്ന കാര്യങ്ങളാണിത്. പല നൂലുകളുണ്ട് എന്ന് പറഞ്ഞാൽ, പല നൂലെന്ന് പറയുമ്പോൾ പല കളറിലുള്ള നൂലുകളാണ് ഇത് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. അപ്പം ഈ കളറുകളെ കുറിച്ച് നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെയും ഈ കളറുകളൊക്കെയും സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കവനന്റുകളുടെ കണ്ടീഷൻസിനെയാണ്. എന്നോട് പറയാമോ? ഈ കവനന്റുകളുടെ കണ്ടീഷൻസിനെയാണ് ഈ കളറുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. വെള്ളനൂല് എന്തിനെ കാണിക്കുന്നു? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് മനുഷ്യനെ അവന് മുമ്പുണ്ടായിരുന്ന, ഒരിക്കൽ നഷ്ടപ്പെട്ട ആ പൂർണ്ണതയും അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധിയിലേക്ക് തന്നെ റിസ്റ്റോർ ചെയ്യും, വീണ്ടെടുക്കും എന്നുള്ള ആ ഒരു കവനന്റിന്റെ കണ്ടീഷൻ, ആശയമാണ് നമുക്കിവിടെ ഈ വെള്ളനൂലിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം കവനന്റിന്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആ കാര്യം മനസ്സിലായോ? ആശയം മനസ്സിലായോ? വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവം ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവം പറയുവാണ്, ഇങ്ങനത്തെ ഒരു കവനന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്.
ഈ കവനന്റിന്റെ വ്യവസ്ഥകൾ ഇതൊക്കെയാണ്. അപ്പം ആ വ്യവസ്ഥകൾ എന്താണെന്നുള്ളതാണ് ഈ കളറുകൾ, ഈ വ്യത്യസ്ത കളറിലുള്ള നൂലുകൾ വെളിപ്പെടുത്തുന്നത്. അപ്പം അതിൽ ആദ്യത്തെയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. വെള്ള നൂൽ കാണിക്കുന്നത് ദൈവം ഈ നൽകിയ കവനന്റിൽ ഉള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ഈ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യരെ അവന് ഒരിക്കൽ നഷ്ടപ്പെട്ട മുമ്പുണ്ടായിരുന്ന ആ നീതിയിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് താൻ വീണ്ടെടുക്കും എന്നുള്ള ആ ഒരു കവനന്റിന്റെ കണ്ടീഷനാണ് നമുക്ക് വെള്ള നൂലിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും അടുത്ത നൂല് എന്ന് പറയുന്നത് ചുമന്ന നൂല് അല്ലെങ്കിൽ സ്കാർലറ്റ്. ചുമപ്പിനേക്കാളും കുറച്ചും കൂടെ നല്ല ട്രാൻസ്ലേഷൻ മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇംഗ്ലീഷിൽ റെഡിന് പകരം സ്കാർലറ്റ് എന്നുള്ളതാണ്. അത് കുറച്ചും കൂടെ ഡീപ്പ് ആയിരിക്കുന്ന ഒരു റെഡ് ആണ്, ബ്ലഡിന്റെ കളർ വരും. അപ്പം ഈ ചുമപ്പ നൂല് കാണിക്കുന്നത് എന്തിനാണ്? അത് കാണിക്കുന്നത് റാൻസം പ്രൈസിന്റെ അല്ലെങ്കിൽ ബ്ലഡ് ഓഫ് ദ റാൻസം, ക്രിസ്തുവിന്റെ ആ രക്തത്തിന്റെ റാൻസമായി തീരുന്ന രക്തത്തിന്റെ ആശയമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ രക്തമാണ് ദൈവം ഈ കവനന്റുകൾ നിവർത്തിക്കാനായിട്ട്, മനുഷ്യരുടെ വീണ്ടെടുപ്പിനായിട്ട്, അല്ലെങ്കിൽ ഈ വെള്ള നൂല് കാണിച്ച ആ വീണ്ടെടുപ്പിന് ആധാരമായി തീരുന്ന, കാരണമായി തീരുന്ന ഇതായിരിക്കുന്ന കാര്യം ഈ റാൻസം പ്രൈസ് ആണ്, സാക്രിഫൈസ് ആണ് എന്നുള്ളതാണ് ഈ റെഡ് ചുമപ്പ് നൂല് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പം ചുമപ്പ് നൂല് കാണിക്കുന്നത്, വെള്ള നൂല് സൂചിപ്പിക്കുന്ന ആ വീണ്ടെടുപ്പ്, അതിന് കാരണമായി തീരുന്നത് അല്ലെങ്കിൽ അത് സാധിക്കുന്നത് ക്രിസ്തുവിന്റെ രക്തത്താലാണ് എന്നുള്ള ആശയമാണ് ഈ ചുമപ്പ് നൂല് കാണിക്കുന്നത്. ഇനിയും നീല നൂല് കാണിക്കുന്നത് എന്തിനാണ്? നേരത്തെ സൂചിപ്പിച്ചു, നീല എന്നുള്ള കളറ് കാണിക്കുന്നത് വിശ്വസ്തതയാണ്. അപ്പം നീല കാണിക്കുന്നത് എന്തിനെയാണ്? അത് വിശ്വസ്തതയാണ് കാണിക്കുന്നത്. അപ്പം ഇതിന്റെ ആത്മീയ ആശയം, കവനന്റുമായുള്ള ആ ഒരു കണ്ടീഷൻ എന്താണ് എന്ന് നോക്കുമ്പോൾ, ഈ നീല നൂല് റെപ്രസെന്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് ദൈവം വിശ്വസ്തത പുലർത്തുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മനുഷ്യർക്ക് അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ നീതി പുലർത്താൻ, വിശ്വസ്തത പുലർത്താനായിട്ട് അവർക്ക് തക്കതായിരിക്കുന്ന സഹായം ദൈവം നൽകുമെന്നുള്ള കാര്യമാണ് ഈ നീല നൂല് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഒരിക്കൽ കൂടെ പറയാം, നീല നൂല് ഇവിടെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ രാജ്യത്തിൽ മനുഷ്യരോട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതിൽ നീതി പുലർത്താനായിട്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന സഹായം ദൈവം അവർക്ക് കൊടുക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ നീല നൂല് വെളിപ്പെടുത്തുന്നത്. അതൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ രാജ്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ സുവിശേഷ യുഗത്തിൽ ക്രിസ്തുവിനെ അനുഗമിച്ച് നടക്കുന്ന ഓരോ സുവിശേഷ യുഗത്തിൽ നടക്കുന്ന ആ ചെറിയ ആട്ടിൻകൂട്ടത്തിലെ അംഗങ്ങൾക്കും ദൈവം നൽകുന്ന സഹായമാണ് ഈ സഹായം. അപ്പം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലും നീതി പുലർത്താൻ ദൈവം സഹായം നൽകുന്നു. ഇനി അടുത്ത നൂലെന്ന് പറയുന്നത് പർപ്പിൾ നൂലാണ്. പർപ്പിൾ നൂല് എന്തിനെ കാണിക്കുന്നത്? പർപ്പിൾ എന്തിനെ കാണിക്കുന്നത്? റൂബൻ? ഒരു റോയൽറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം പർപ്പിൾ എന്ന് പറയുന്നത് വളരെ റെയർ ആയിരിക്കുന്ന ഒരു കളറാണ് അന്നത്തെ കാലത്ത്. എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു കളറാണ്. അപ്പം അതിന്റെ ആ റേറിറ്റിയാണ് ഇതിനെ അതിന്റെ വിലയെ കൂട്ടുന്നത്. അപ്പം നമുക്ക് സപ്ലൈ ഇല്ലാത്ത അല്ലെങ്കിൽ സപ്ലൈ കുറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ വിലയുള്ളത്, കൂടുതൽ പൈസ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അന്ന് രാജാക്കന്മാർക്കും അങ്ങനെ
രാജഭവനത്തിലുള്ളവർക്ക് മാത്രം അക്സസിബിൾ ആയിരുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം ലഭിച്ചിരുന്ന ഒന്നായിരുന്നു ഈ പർപ്പിൾ കളർ എന്നുള്ള പർപ്പിൾ കളറിലുള്ള നൂലോ അല്ലെങ്കിൽ അങ്കികളൊക്കെയും. അപ്പം പർപ്പിൾ എപ്പോഴും ബൈബിളിന്റെ ആശയത്തിൽ കാണിക്കുന്നത് ആ ഒരു റോയൽറ്റിയെയാണ്, അധികാരത്തെയാണ്, ഒരു രാജാവിനെയാണ് എന്ന നിലയിലാണ് നമുക്ക് പർപ്പിൾ കളറിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇത് കവനന്റുമായുള്ള കണ്ടീഷൻ എന്താണ്? ഇവിടെ കാണിക്കുന്ന ആശയം എന്ന് പറയുന്നത്, പർപ്പിൾ നൂല് കാണിക്കുന്ന ആശയം ഇതാണ്. മനുഷ്യരുടെ മനുഷ്യരുടെ വീണ്ടെടുപ്പിന് അല്ലെങ്കിൽ അവരെ യഥാസ്ഥാപനം ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന വിധം അല്ലെങ്കിൽ മാർഗം അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരിക്കുന്ന ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമായിരിക്കും എന്നതാണ് ഇതിലടങ്ങുന്ന ആശയം. ആരാണ് രാജകീയ പുരോഹിത വർഗം? ക്രിസ്തുവും സഭയും കൂടെ ചേരുന്നതാണ് ആ രാജകീയ പുരോഹിത വർഗം. അപ്പം ഈ ആശയമാണ് പർപ്പിൾ നൂലിൽ അടങ്ങുന്ന ആശയം. അപ്പം മനുഷ്യരുടെ വീണ്ടെടുപ്പിന് ദൈവം ഉപയോഗിക്കാനിരിക്കുന്ന ആ രാജകീയ പുരോഹിത വർഗത്തെയാണ് ഈ പർപ്പിൾ നൂല് സൂചിപ്പിക്കുന്നത്. ഇനിയും അവസാനമായിട്ട് ചിന്തിക്കാനുള്ളത് നൂലല്ല, പക്ഷെ ഇതിൽ തുന്നിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന ഈ ലോകം, ഗോൾഡിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇനിയും ചിന്തിക്കാനുള്ളത്. അപ്പം ഗോൾഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു രമ്യ? ഡിവൈൻ നേച്ചർ. അപ്പം ഡിവൈൻ നേച്ചറിനെയാണ് ഇത് ഗോൾഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഈ ദൈവത്തിന്റെ കവനന്റുമായിട്ട് എന്ത് കണ്ടീഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? അപ്പം ഇവിടെ പറയുന്നത് നമ്മൾ പർപ്പിളിൽ കണ്ട അതേ ആശയമാണ് ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഗോൾഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവം ഈ തരത്തിൽ മനുഷ്യരെ വീണ്ടെടുപ്പാനായിട്ട് താൻ ഏൽപ്പിച്ചിരിക്കുന്ന വേല അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന ഈ കവനന്റുകളൊക്കെയും അത് പൂർത്തീകരിക്കാനായിട്ട്, അത് നിവർത്തിക്കാനായിട്ട് ദൈവം പവറും അധികാരവും നൽകിയിരിക്കുന്നത് ഈ തരത്തിൽ താൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ രാജകീയ പുരോഹിത വർഗത്തെയാണ്. അപ്പം ഇതാണ് ഗോൾഡിൽ അടങ്ങുന്ന ആശയം. അപ്പം എഫോദിൽ അല്ലെങ്കിൽ എഫോദ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന പലതരത്തിലുള്ള അല്ലെങ്കിൽ പല കളറിലുള്ള നൂലിനെ സംബന്ധിച്ചും ഗോൾഡിനെ സംബന്ധിച്ചും നമ്മളിപ്പോൾ ഒരു ഓവർവ്യൂ ആയിട്ട് ചിന്തിച്ചു. ഇനിയും അടുത്തത് ബ്രസ്റ്റ് പ്ലേറ്റിനെ സംബന്ധിച്ചാണ്. ബ്രസ്റ്റ് പ്ലേറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ലോ കവനന്റിനെയാണ്. അപ്പം ലോ കവനന്റിന്റെ ഇരുവശത്തെ സംബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ലെറ്റർ ആൻഡ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മാവും അതിന്റെ അക്ഷരവും അതിന്റെ അക്ഷരവും എന്ന ഈ ആശയത്തെയാണ് ഈ ബ്രസ്റ്റ് പ്ലേറ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അതാണ് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ചിന്തിക്കാനുള്ളത്. ഇനിയും ഈ ഗേർഡോ എന്ന് പറഞ്ഞാൽ ക്യൂരിയസ് ഗേർഡോ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഈഫാദിനെ കെട്ടാൻ അല്ലെങ്കിൽ മുഴുവൻ അങ്കിയെ കൂട്ടി യോജിപ്പിച്ച് അരയിൽ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഗേർഡലിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? പുരോഹിതൻ ഈ കവനന്റുകളെ നമ്മൾ പറഞ്ഞു, ഈ ഇഫാദ് കാണിക്കുന്നത് രണ്ട് കവനന്റിനെയാണ്, അബ്രഹാമിക് കവനന്റും ന്യൂ കവനന്റുമാണെന്ന് പറഞ്ഞു. അപ്പം
ഈ ഗേർഡൽ കാണിക്കുന്നത് ഈ രണ്ട് കവനന്റിന്റെയും ശുശ്രൂഷകനായിരിക്കുന്നത് ആരാണ്? ഈ ആത്മീയ പുരോഹിത വർഗമായിരിക്കും എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്, ഈ ഗേർഡൽ കാണിക്കുന്നത്. ഇനിയും അവസാനമായി ചിന്തിക്കാനുള്ളത് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തന്റെ വേഷത്തിലുള്ള ഈ വസ്തുതകൾ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിലുപരി മറ്റ് ചില ഭാഗങ്ങളും കൂടെ നമുക്ക് ഈ വേഷത്തിൽ, പുരോഹിതന്റെയും മഹാപുരോഹിതന്റെയും വേഷത്തിൽ അടങ്ങുന്ന കാര്യങ്ങൾ നമുക്കിനിയും പഠിക്കാനുണ്ട്. അപ്പം ഇതൊക്കെയും ജനറലി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനിയും ചർച്ചിന് ലഭിക്കാനിരിക്കുന്ന ഗ്ലോറി, ഓണർ, ഇമ്മോർട്ടാലിറ്റി, അതുപോലെ തന്നെ അതോറിറ്റി, ഇതൊക്കെയുമാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ചർച്ചിന് ലഭിക്കാനിരിക്കുന്ന ഗ്ലോറി, ഓണർ, ഇമ്മോർട്ടാലിറ്റി, അതുപോലെ തന്നെ അതോറിറ്റി, അധികാരം, ഇതൊക്കെയുമാണ് ഈ മറ്റ് ചില വേഷത്തിന്റെ ഭാഗങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. അപ്പം ഓവർവ്യൂ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയുമുള്ളൂ ചിന്തിക്കാൻ. ഇനിയും അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വേഷങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാം. എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?